ഒന്നാം ഭാഗത്തിന്റെ വില കളഞ്ഞ സീക്വലുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നാം ഭാഗത്തിനോട് ഒപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ അതിന് മുകളിൽ പോയ സീക്വലുകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് മലയാള സിനിമകളിൽ പലതും സെക്കൻഡ് പാർട്ടിന് ലീഡ് കൊടുത്താണ് അവിടെ അവസാനിപ്പിക്കുന്നത്. എങ്കിൽ ഇവർക്ക് വേണ്ടി അനൗൺസ് ചെയ്ത സീക്വലുകളൊക്കെ എന്ന് പറഞ്ഞു. മോഹൻലാലിന് മലക്കോട്ടെ വാലിബൻ 2, മമ്മൂട്ടിക്ക് ടർബോ 2, ദിലീപിന് ബാന്ദ്ര 2, പൃഥ്വിരാജിന് ജനഗണമന 2, കടുവ 2, കാപ്പ 2, ടോവിനോ തോമസിന് മിന്നൽ മുരളി 2, ജയസൂര്യക്ക് കത്തനാർ 2. ഈ സീക്വലുകൾക്ക് തന്നെ പല പല രീതിയിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് സ്റ്റാൻഡ് ലോൺ സീക്വലുകൾ, സ്റ്റോറി കണ്ടിന്യൂവേഷൻ സീക്വലുകൾ, സ്റ്റോറി ഡെവലപ്മെന്റ് സീക്വലുകൾ, സ്പിൻ ഓഫ് സിനിമകൾ, ഇങ്ങനെ പല പല രീതിയിലുള്ള സീക്വലുകളുണ്ട്. അങ്ങനെ ഉണ്ടായ സീക്വലുകളെ കുറിച്ചും മലയാളത്തിൽ ആവശ്യമില്ലാതെ വന്ന സീക്വലുകളെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിൽ വന്ന സീക്വൽ മൂവി ഏതാണെന്ന് ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ്, പക്ഷെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സിനിമ ഫാക്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്തത്. നോർമലി സീക്വൽ എന്ന് പറയുന്നത് അതിന് 2 ടൈപ്പ് ഉണ്ട്. സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ്, സ്റ്റോറി ലൈൻ കണ്ടിന്യൂഷൻ. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയ കഥ വീണ്ടും തുടങ്ങിയാൽ സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ്. ഇത് പോരാഞ്ഞ് ഒരു സിനിമയെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കഥയെ 2 സിനിമയാക്കി ഇറക്കിയാൽ അത് സ്റ്റോറി ലൈൻ കണ്ടിന്യൂഷൻ. അതായത് ചില കഥകൾ ഒരു സിനിമ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ പിരിച്ച് 2 സിനിമകളാക്കി ഇറക്കി സിനിമ കംപ്ലീറ്റ് ചെയ്യുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് L2. ലൂസിഫർ സിനിമ കൊണ്ട് കഥ അവസാനിക്കുന്നില്ല. ലൂസിഫറിന്റെ 2ാം ഭാഗമായി എമ്പുരാനും കൂടി കണ്ടാലേ ആ ചിത്രത്തിലെ ഖുറേഷി ആരായിരുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഒറ്റ സിനിമയിൽ ഒതുക്കാൻ പറ്റാത്ത ഈ കഥ 2 സിനിമയാക്കി മാറ്റുന്നു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ ബാഹുബലിയാണ്. ബാഹുബലി കഥ 2 പാർട്ട് ഉണ്ട് എന്ന പേരിൽ തന്നെയാണ് സിനിമ അനൗൺസ് ചെയ്തതും റിലീസിന് വന്നത്. മലയാളത്തിൽ ഇങ്ങനെ റിലീസിന് വന്ന ഒരു സിനിമ പോലും ഇല്ല. എന്നാൽ 2 സിനിമയാക്കാൻ പ്ലാൻ ഇട്ട് അവസാനം റിലീസിനെത്തിയപ്പോൾ ഒരു സിനിമയായി മാറിയ സിനിമ മലയാളത്തിലുണ്ട്. 2018 ഇറങ്ങിയ കമ്മാര സംഭവമായിരുന്നു ഇത്. കമ്മാര സംഭവം ഷൂട്ടിംഗ് ടൈമിൽ 2 സിനിമയാക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. എന്നാൽ അതിനുശേഷം പിന്നീട് എന്തെല്ലാമോ പ്രശ്നങ്ങൾ കാരണം, ചിലപ്പോൾ ബഡ്ജറ്റിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളായിരിക്കാം, ഇങ്ങനെ ഈ ചിത്രം വെട്ടിമുറിച്ച് ഒറ്റ സിനിമയാക്കിയാണ് റിലീസ് ചെയ്തത്. എന്നാൽ ഇപ്പോഴും ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പറയുന്നുണ്ട് ചിത്രത്തിന് 2ാം ഭാഗം പരിഗണനയിലുണ്ടെന്ന്. അത് വരുമോ ഇല്ല എന്ന കാര്യം പിന്നെ അറിയാം. ശരിക്കും കമ്മാര സംഭവം 2 പാർട്ടായിട്ട് ഇറങ്ങാനുള്ള കഥയുണ്ട്. കുറച്ചുകൂടി ലെങ്തി ആയിട്ട് സെക്കൻഡ് ഹാഫിൽ കാണുന്ന ആ സ്പൂഫ് സിനിമ ആദ്യം റിലീസ് ആക്കുക. ആ സ്പൂഫ് സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോൾ കമ്മാറിനോട് ഡയറക്ടർ തന്നെ ചോദിക്കും, ശരിക്കും ഉദയനൻ എന്താണ് സംഭവിച്ചത്, റിയൽ ആയിട്ടുള്ള സ്റ്റോറിയുടെ എൻഡിങ് എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ സിനിമ അവിടെ അവസാനിപ്പിക്കും. അതിനുശേഷം ഒരു 4-5 മാസത്തെ ഗ്യാപ്പിൽ യഥാർത്ഥ കഥ കാണിക്കുക. കമാരൻ സർ ഒന്നും പറഞ്ഞില്ല. എന്നാ തുടങ്ങാം. ഇതൊരു കഥയല്ല, ഇതാണ് യഥാർത്ഥ ചരിത്രം. ഒറ്റമലയില് പറഞ്ഞ നമ്പ്യാരെ ഒറ്റനല്ലാണ്ട് പിന്നെ എന്താവാനാണ്? എന്റെ ഭാനൂട്ടെ ഞാൻ ഇങ്ങനെ എടുത്തോ. ഇങ്ങനെ 2 പാർട്ടായിട്ട് ഒരു സീക്വൽ മൂവി വെച്ചായിരുന്നു ഈ സിനിമ റിലീസ് ആയതെങ്കിൽ ഇന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഓളവും ഉണ്ടാവും, ആളുകൾക്ക് പെട്ടെന്ന് കഥ മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയൊക്കെ സിനിമ ഇറക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ NTRന്റെ ജീവിതകഥ നന്ദമുരി ബാലകൃഷ്ണൻ സിനിമയാക്കിയിരുന്നു. ഈ സിനിമയാക്കിയപ്പം NTR മഹാനായകുടു എന്ന പേരിൽ ഒരു സിനിമ റിലീസായി. പിന്നെ 4 മാസം കഴിഞ്ഞാണ് NTR കഥാനായകുടു എന്ന പേരിൽ അതിന്റെ 2ാം ഭാഗം വന്നത്. ഇത് മാത്രമല്ല, ഈ അടുത്തിറങ്ങിയ PS1 റിലീസ് ആയതിനു ശേഷം പിന്നീട് 4-5 മാസം കഴിഞ്ഞാണ് പൊന്നിയിൻ സെൽവന്റെ 2ാം ഭാഗം വന്നത്. ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്ത മറ്റൊരാളുണ്ടായിരുന്നു. പണ്ട് വിശ്വരൂപം 1 ഇറങ്ങിയ സമയത്ത് കമലഹാസന്റെ പ്ലാൻ ആയിരുന്നു വിശ്വരൂപം 1ാം ഭാഗം ഇറക്കി അതിനുശേഷം 5 മാസങ്ങൾക്ക് ശേഷം വിശ്വരൂപം 2ാം ഭാഗം ഇറക്കണം. പക്ഷെ എന്തെല്ലാമോ പ്രശ്നങ്ങളൊക്കെ കാരണം ചിത്രം ഒരു 6 വർഷത്തിന് ശേഷമാണ് റിലീസിന് വന്നത്. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും വലിയ വരവേൽപ്പ് സെക്കൻഡ് പാർട്ടിന് കിട്ടിയില്ല. ഇപ്പോൾ ഇറങ്ങിയ ഇന്ത്യൻ 2 സംഭവിച്ചത് ഇതേ കാര്യം തന്നെയാണ്. ഇന്ത്യൻ 2 ഇപ്പോൾ ഈ ജൂലൈ മാസത്തിൽ റിലീസാണ്. ഇതിനുശേഷം അടുത്ത ജനുവരി മാസത്തിൽ ഇന്ത്യൻ 3 റിലീസ് ആകുന്നു. അതായത് 2 പാർട്ടിയും ഇറങ്ങുന്നത് കുറച്ച് മാസങ്ങളുടെ ഗ്യാപ്പിൽ. തമിഴിൽ പൊന്നിയിൻ സെൽവനും തെലുങ്കിൽ ബാഹുബലിയും. എന്തായാലും മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇനി ഭാവിയിൽ അത് നടക്കണമായിരിക്കും. നെക്സ്റ്റ് വൺ സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ് സീക്വൽസ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇതുപോലുള്ള സീക്വലുകളാണ്. അതായത് ഒരിടത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയ കഥയെ വീണ്ടും അവിടുന്ന് 2ാം ഭാഗത്തിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്.
ഇങ്ങനെ സംഭവിച്ചത് ഒരുപാടുണ്ട് മലയാളത്തിൽ. ഇത്തരം സീക്വലുകൾ നടക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് യാതൊരു ആലോചനയും ഉണ്ടാവില്ല ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെന്ന്. എന്നാൽ ഫസ്റ്റ് പാർട്ടിന് കിട്ടിയ ഗംഭീരം വരവേൽപ്പും ചിത്രത്തിനുണ്ടായ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കാരണം പിന്നീട് ചിന്തിക്കുന്നു നമുക്കൊരു സീക്വൽ ഇറക്കിയാലോ. അങ്ങനെ ഉണ്ടാകുന്ന സീക്വലുകളാണ് സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ് സീക്വൽ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ റിലീസായ ദൃശ്യം 2. ദൃശ്യം 2013 റിലീസാകുമ്പോൾ ഒരു ഐഡിയയും ഇല്ലായിരുന്നു ജിത്തു ജോസഫിന് ഇതിന് ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങണമെന്ന്. എന്നാൽ ദൃശ്യം ഇൻഡസ്ട്രി ആയതോടെ ജിത്തു ജോസഫിന് മനസ്സിലായി ഇതിനൊരു സീക്വൽ വന്നാൽ അത് നല്ല രീതിയിൽ എടുത്താൽ ചിത്രം എന്തായാലും പ്രേക്ഷകർ അംഗീകരിക്കും. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ദൃശ്യത്തിന് രണ്ടാം ഭാഗം വന്നത്. ഇങ്ങനെ സീക്വലുകൾ ഉണ്ടാകാൻ പല പല കാരണങ്ങളും ഉണ്ട്. കാരണം ചില സംവിധായകർ വളരെ കാലത്തിന് ശേഷം സിനിമ ചെയ്യുമ്പോൾ ഒരു കംബാക്കിന് വേണ്ടി തങ്ങൾ ചെയ്തു വെച്ച സിനിമയുടെ സീക്വലായി ചെയ്യാറുണ്ട്. നിനക്ക് സീക്വൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞു? ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറെ സീക്വൽ ഉണ്ടായിട്ട് അതിന്റെ ഫലം എന്തായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓം ബ്ലാക്ക് കോഫിയായ നമഃ, ഓം സീനിയർ മാൻഡ്രൈക്കായ നമഃ, ഓം നിന്നിഷ്ടം 2 ആയ നമഃ. ഇതിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ മലയാളത്തിൽ വേറെയും ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നാടോടിക്കാരന് ശേഷം പിന്നീട് അതിന്റെ വിജയത്തിനോടനുബന്ധിച്ചാണ് നാടോടിക്കാരന്റെ രണ്ടാം ഭാഗമായി പട്ടണപ്രവേശം വന്നത്. പിന്നീട് അക്കരെ 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 എന്ന സിനിമയും വന്നു. നസീർ സത്യൻ കാലഘട്ടം മുതലേ സീക്വലുകൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 90s കിഡ്സ് ആയ നമ്മുടെ ഇടയിൽ നമ്മൾ ആദ്യം കേട്ടിട്ടുള്ള സീക്വലുകൾ രാംദാസിന്റെയും വിജയന്റെയും കഥയായ നാടോടിക്കാരന്റെ സീക്വലുകളായിരിക്കും. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ 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 ഈ 3 സിനിമകളും ഒരു സ്റ്റോറി ഡെവലപ്മെന്റ് സീക്വലുകളാണ്. അതായത് കേരളത്തിൽ തുടങ്ങുന്ന ഈ കഥാപാത്രങ്ങൾ പിന്നീട് തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും എത്തുന്നു. അതായത് സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് സീക്വലുകൾ പോകുന്നത്. രാംദാസാ, താനിപ്പോ എവിടാ നിൽക്കുന്നത്? ഓ, ഞങ്ങളെ പിയൂൺ ജോലി എന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് ജോലി തേടി പോയേക്കുവാ. രാമദാസാ, നീ ഇപ്പൊ എവിടാ നിൽക്കുന്നത്? ഓ, തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ കേരളത്തിൽ വന്നു. ഗവൺമെന്റ് ഞങ്ങളെ കേരളത്തിലോട്ട് അയച്ചു. രാംദാസേ, നീ ഇപ്പൊ എവിടാ നിൽക്കുന്നത്? കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ? അയ്യോ, ഇപ്പം ഞങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇല്ല, ഞങ്ങൾ നേരെ അമേരിക്കയിലേക്ക് പോയി. ഇതുപോലെ തന്നെ റാംജി റാവു സ്പീക്കിങ്ങിന്റെ രണ്ടാം ഭാഗമായി മാന്നമ്മത്തെ സ്പീക്കിംഗ്, ഇൻഹരിയർ നഗർ രണ്ടാം ഭാഗമായി ഊഹരിയർ നഗറും ഗോസ്റ്റ് ഹൗസും വരിക. ഇങ്ങനെ പല സെക്കൻഡ് പാർട്ടുകളും വന്നിട്ടുണ്ട്. നാടോടിക്കാരന് മുന്നേ തന്നെ മലയാളത്തിൽ സീക്വൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 1972 ഇറങ്ങിയ CID നസീർ എന്ന ചിത്രത്തിന് സീക്വലായി പിന്നീട് ടാക്സിക്കാർ എന്ന ചിത്രം വന്നു. അതിനുശേഷം പിന്നീടും അതിന് സീക്വലായി പ്രേതങ്ങളുടെ താഴ്വര എന്ന് വീണ്ടും ഒരു ചിത്രം വന്നിരുന്നു. ഈ ചിത്രങ്ങളൊക്കെ അന്നത്തെ കാലത്ത് വലിയ തരംഗം തീർത്ത സിനിമകളാണ്. ഇതുപോലെ തന്നെ ഹൊറർ ചിത്രമായ ലിസ എന്ന ചിത്രത്തിന് വീണ്ടും ലിസ എന്നും ഒരു സിനിമ വന്നിരുന്നു. സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ് ചിലപ്പോൾ പോലീസ് സംവിധാനം ചെയ്ത സിനിമയുടെ അടുത്ത ഭാഗം മറ്റൊരു സംവിധാനം ചെയ്യാറുണ്ട്. ഓഗസ്റ്റ് 1 എന്ന ചിത്രം ചെയ്തത് സിബി മലയിലും അതിന്റെ സീക്വലായ ഓഗസ്റ്റ് 15 ചെയ്തത് ഷാജി കൈലാസമായിരുന്നു. നീ സെക്കൻഡ് പാർട്ട് എടുക്കണം? എനിക്ക് വയ്യ. എടുക്കുന്നില്ലെന്ന് ഉറപ്പിച്ചാ? ഉറപ്പിച്ച്. എന്നാ ഇനി സെക്കൻഡ് പാർട്ട് ഞാൻ എടുത്തോട്ടെ. ഇത്തരം സെക്കൻഡ് പാർട്ടുകളിലേക്ക് വേറൊരു കാര്യം ഇൻജെക്ട് ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ കഥയും മകന്റെ കഥയും. അതായത് അച്ഛന്റെ കഥ സക്സസ് ആയിട്ട് നിന്ന് മകന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ വന്നതിൽ ഒരു കൾട്ട് ക്ലാസിക് നമ്പർ 1 സാധനം മലയാളത്തിലുണ്ട്. അത് രാവണപ്രഭുവാണ്. ദേവാസുരം പോലെ കൾട്ട് ഫാൻ ബേസ് ഉള്ള ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഇറക്കിയപ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ള ഭംഗം വരുത്താതെ മികച്ച രീതിയിൽ തന്നെ ആ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. അതായത് ഫസ്റ്റ് പാർട്ടിന്റെ പേരിന് യാതൊരു കളങ്കവും സെക്കൻഡ് പാർട്ട് വരുത്തിയില്ല. എന്നാൽ ഫസ്റ്റ് പാർട്ടിന്റെ പേരിന് പോലും കളങ്കം വരുത്തിയ സെക്കൻഡ് പാർട്ടിലുണ്ട്. எல்லாரும் வந்துட்டாங்கல்ல? எல்லாரும் இருக்காங்க. எனக்கு சின்ராசு என்ற குடும்பத்துல எல்லாரும் வந்தாச்சு, சீக்கிரம் எடு. അതിലൊന്നായിരുന്നു സാമ്രാജ്യം 2. പണ്ട് മമ്മൂട്ടിയുടെ വൻ ഹിറ്റായ സിനിമയായിരുന്നു സാമ്രാജ്യം. ഇതിന് രണ്ടാം ഭാഗമായി സാമ്രാജ്യം 2 വന്നപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ വില പോലും പോയി. എനിക്കൊന്നും കേൾക്കണ്ട, നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. നശിപ്പിച്ചു. എന്ത് സിനിമയെ നശിപ്പിച്ചു സെക്കൻഡ് പാർട്ട് എടുത്തിട്ട്. ഏത് സിനിമ? മമ്മൂട്ടിയുടെ സാമ്രാജ്യം. അത് സാമ്രാജ്യം 2 എടുത്തത് നശിപ്പിച്ചത്. അതുപോലെ തന്നെയായിരുന്നു സ്റ്റോപ്പ് വയലൻസ് എന്ന പൃഥ്വിരാജ് സിനിമയ്ക്ക് രണ്ടാം ഭാഗമായി അസുരവിത്ത് വന്നത്. അത് അച്ഛന്റെ കഥ തീർന്നിടത്ത് നിന്ന് മകന്റെ കഥയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏതായാലും എന്റെ മോൻ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നു, സന്തോഷമായി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് രണ്ടാം പാർട്ട് വരുമ്പോൾ വ്യക്തമായിട്ടുള്ള കഥയൊക്കെ വേണം. ഓ, അതിന്റെ ആവശ്യമില്ല, ആ കഥ തന്നെ തിരിച്ചിടാം. അതായത് അത് അച്ഛന്റെ കഥ, ഇത് മോന്റെ കഥ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. അച്ഛന്റെയും മകന്റെയും കഥ പറയുന്ന സിനിമകൾ പണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് തച്ചോളി ഓതേനൻ എന്ന വിന്റേജ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി അദ്ദേഹത്തിന്റെ മകന്റെ കഥ വന്ന സിനിമയായിരുന്നു ഓതേനന്റെ മകൻ. ഈ ചിത്രത്തിന് വീണ്ടും ഒരു സീക്വലായി വന്ന ചിത്രമായിരുന്നു കാടത്തനാട് അമ്പാടി. അതായത് അച്ഛന്റെ കഥ പറയുന്ന സിനിമ ആദ്യം വരുന്നു, പിന്നീട് മകന്റെ കഥ പറയുന്ന സിനിമ വരുന്നു. അച്ഛന്റെയും മകന്റെയും കഥ മാത്രമല്ല, അമ്മയുടെയും മകളുടെയും കഥ പറയുന്ന സിനിമ വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇറങ്ങി കൾട്ട് ഫാൻ ബേസ് നേടിയെടുത്ത സിനിമയായിരുന്നു ചെമ്മീൻ.
ഈ ചെമ്മീനിലെ കറുത്തമ്മയുടെ കഥാപാത്രത്തിന്റെ മകളുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു തിരകൾക്കപ്പുറം എന്ന സീക്വൽ ചിത്രം. തിരകൾക്കപ്പുറം എന്ന സീക്വൽ ചിത്രത്തിൽ കറുത്തമ്മയുടെ മകളായിട്ട് വന്ന കഥാപാത്രം ചെയ്തത് മഞ്ജു വാര്യരായിരുന്നു. ഈ ചിത്രം ശരിക്കും ചെമ്മീന്റെ ഒരു സീക്വൽ ആണെന്ന് പോലും പലർക്കും അറിയത്തില്ല. എന്നിരുന്നാലും ചെമ്മീന്റെ സീക്വലായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ് സീക്വലുകളിൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഭരചന്ദ്രൻ സീരീസ്. ഭരചന്ദ്രൻ IPS എന്ന ക്യാരക്ടറിനെ പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ കമ്മീഷണർ എന്ന സിനിമയിലാണ് ഈ കഥാപാത്രം ആദ്യമായിട്ട് വന്നത്. അതിന്റെ സീക്വലായി പിന്നീട് 2005 ഭരചന്ദ്രൻ IPS എന്നൊരു സെപ്പറേറ്റ് സിനിമ തന്നെ വന്നിരുന്നു. അതിനുശേഷം പിന്നീട് കിങ്ങിലെയും കമ്മീഷണറിലെയും കഥാപാത്രങ്ങളെ വെച്ച് കിങ് ആൻഡ് കമ്മീഷണർ എന്നൊരു സെപ്പറേറ്റ് സിനിമ വന്നിരുന്നു. സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ് സീക്വലുകളിൽ പഴയ നായകൻ നായികയും വെറും പേര് മാത്രം വന്ന സിനിമകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് നിന്നിഷ്ടം എന്നിഷ്ടം 2. നിന്നിഷ്ടം എന്നിഷ്ടം 2 എന്ന ചിത്രത്തിലെ നായകനും നായികയും വെറും പേരിന് മാത്രമാണ് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന്റെ 2ാം പാർട്ടിലുള്ളത്. എന്തിനായിരുന്നു ഈ സിനിമ അവിടെ എടുത്തതെന്ന് പോലും ഇന്ന് സംവിധായകന് പോലും അറിയുമെന്ന് അറിയത്തില്ല. തമിഴ് സിനിമകളിൽ ഇത് പലതവണ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മോഹൻലാലിന്റെ ഒരു വൻ ഹിറ്റ് സിനിമയായിരുന്നു അഭിമന്യു. ഈ ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു തലൈനഗരം. അഭിമന്യു എന്ന ചിത്രത്തിൽ നായകൻ ക്ലൈമാക്സിൽ മരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ റീമേക്കായ തലൈനഗരത്തിലും നായകൻ ക്ലൈമാക്സിൽ മരിക്കുന്നുണ്ട്. എന്നാൽ 2005 ഇറങ്ങിയ ഈ സിനിമയ്ക്ക് സീക്വലായിട്ട് കഴിഞ്ഞ വർഷം ഒരു സിനിമ വന്നു. തലൈനഗരം 2 എന്ന പേരിൽ വന്ന ഈ ചിത്രത്തിൽ ഫസ്റ്റ് പാർട്ടിൽ മരിച്ച നായകനെ വീണ്ടും കൊണ്ടുവന്നു. എന്നടാ വണ്ണി വെച്ചിരിക്കും. എന്തിനു വേണ്ടി സീക്വൽ എടുത്തു എന്ന് ഇപ്പോഴും പിടികിട്ടാത്ത സീക്വലുകളാണ് സാമി സ്ക്വയറും തണ്ടക്കോഴി 2. തണ്ടക്കോഴി എന്ന ചിത്രം 2005 നിന്നും 2018 എടുത്തപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇതുപോലെ തന്നെയായിരുന്നു സാമി സ്ക്വയറും സാമിയും തമ്മിലുള്ള വ്യത്യാസം. സാമി സിനിമയിലെ കഥാപാത്രത്തിനെ കൊന്നു കളഞ്ഞിട്ടാണ് സാമി സ്ക്വയർ എടുത്തു വെച്ചത്. സാമിയൊക്കെ അവിടുത്തെ വിക്രമിന്റെ കൾട്ട് ഫാൻ ബേസ് ഉള്ള ചിത്രമായിരുന്നു. ഇതുപോലെ തന്നെ വിശാലിന്റെ വൻ ഫാൻ ബേസ് നൽകിയ ഒരു ചിത്രമായിരുന്നു തണ്ടക്കോഴി. ഈ 2 സിനിമകളെ നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ സീക്വൽ വന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത തമിഴ് സംവിധായകരുമുണ്ട്. ഉദാഹരണത്തിന് സിംഗം സീരീസ്. സിംഗം 1ന്റെ പേര് യാതൊരു വിധത്തിലും കളങ്കപ്പെടാത്ത രീതിയിലാണ് സിംഗം 2 വന്നത്. സിംഗം 3 നീ മറന്നുപോയോ? സിംഗം 3 ആണ് നിൽക്കട്ടെ. സിംഗം 1ന്റെ ഹൈപ്പ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു സിംഗം 2-ന്. എന്നാൽ സിംഗം 2-ന് സിംഗം 1-നേക്കാൾ വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ നേടാൻ പറ്റിയെന്നത് മറ്റൊരു ചരിത്രം. ആവശ്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഒരേ കഥയിൽ വരുന്ന 4-5 സിനിമകൾ വരെ ഒരുമിച്ച് ഹിറ്റാകുന്ന സംവിധായകർ തമിഴിലുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ കാഞ്ചന സീരീസ്, അരൺമന സീരീസ്. മുഴുവൻ തൃപ്തി. ഒന്നുമില്ല എന്റെ അമ്മോ പാടില്ല. എങ്കിൽ ഞാൻ മറ്റേ തീർക്കട്ടെ. എന്ത് അല്ല തമന്നയുടെ രാശിയുടെ ഒക്കെ സോങ് ഉള്ള അരൺമന സീരീസ്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡ് അലോൺ സീക്വലുകൾ. സ്റ്റാൻഡ് അലോൺ സീക്വലുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിലുള്ള അതേ കഥാപാത്രങ്ങളൊക്കെ തന്നെ കാണും. എന്നാൽ ഇതേ സിനിമയെ അതിന്റെ കണ്ടിന്യൂഷനായും പറയാം, ചിലപ്പോൾ ഇതൊരു സാധാരണ അല്ലാത്ത പടമായും പറയാം. ഉദാഹരണത്തിന് മോഹൻലാലിന്റെ പഴയ ഒരു വൻ ഹിറ്റ് സിനിമയായിരുന്നു 20-ാം നൂറ്റാണ്ട്. ഇതിന്റെ സ്റ്റാൻഡ് അലോൺ സീക്വലായിട്ടാണ് സാഗറിലെ ജാക്കി വന്നത്. ഈ സാഗറിലെ ജാക്കിലുള്ളത് അതേ ജാക്കി എന്ന കഥാപാത്രമാണ്, പക്ഷെ മറ്റൊരു യൂണിവേഴ്സിലാണുള്ളത്. ഈ ചിത്രം ഒരു സാധാരണ സിനിമയായും കണക്കാക്കാം, ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായും കണക്കാക്കാം. ഇതേപോലുള്ള മലയാള സിനിമയാണ് ഇൻ ഗോസ്റ്റ് ഹൗസ്. ഈ ചിത്രത്തെ ഇൻഹരിയർ നഗറിന്റെ സീരീസിലെ ഒരു സിനിമയായും കണക്കാക്കാം, അല്ലാതെ ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയായും കണക്കാക്കാം. തമിഴിൽ ഇങ്ങനെ വന്ന സ്റ്റാൻഡ് അലോൺ സീക്വലുകൾ ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അരൺമന സീരീസ്. അരൺമന സീരീസിൽ എന്നും കാണുന്നത് ഒരേ കഥാപാത്രങ്ങളെ തന്നെയാണ്. എല്ലാവരും ഉള്ളത് ഡിഫറെന്റ് യൂണിവേഴ്സുകളിൽ. ഇതേപോലെ തന്നെ അരൺമന പറയുമ്പോൾ നമുക്ക് കാഞ്ചനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാഞ്ചന സീരീസ് ഇത് തന്നെയാണ്. കാഞ്ചന സീരീസിന്റെ ആദ്യം വന്ന സിനിമയായിരുന്നു മുനി. ഇതിന്റെ 2ാം ഭാഗമായി വന്ന സിനിമയായിരുന്നു കാഞ്ചന. എന്നാൽ കാഞ്ചനയ്ക്ക് മുനി 2 എന്നൊരു പേരുണ്ട്. അപ്പം മുനിയും കാഞ്ചനയും ചേർന്ന് 3ാമത് വന്ന ചിത്രത്തിന് കാഞ്ചന 2, അതിന് മുനി 3 എന്നും കൂടി പറയാം. അതായത് മുനി 3യും കാഞ്ചന 2 ഒന്നാണ്. മനസ്സിലായോ? അതായത് കാഞ്ചനയും മുനിയും ഒരേ സിനിമ തന്നെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും കാഞ്ചനയും മുനിയും അല്ലല്ല, എന്തായാലും അരൺമനയും കാഞ്ചനയും ഒക്കെ ഒരേ ടൈപ്പ് സ്റ്റാൻഡ് അലോൺ സീക്വലുകളാണ്. നായികമാർക്ക് വേണ്ടിയാണെങ്കിലും കാഞ്ചന സീരീസിലെ ഒരു 2 സിനിമയെങ്കിലും നമ്മൾ എല്ലാവരും കണ്ടു കാണും. ഇതുപോലെ തന്നെയായിരുന്നു സണ്ടക്കോഴി 2-ഉം 2.0 സിനിമയൊക്കെ വന്നത്. സണ്ടക്കോഴി 2005 റിലീസായ ചിത്രവും സണ്ടക്കോഴി 2 2018 റിലീസായ ചിത്രവുമായിരുന്നു. രണ്ടും കണ്ടിന്യൂഷൻ ആയ സിനിമയായി നമുക്ക് കൺസിഡർ ചെയ്യാം, സ്റ്റാൻഡ് അലോൺ ആയ സിംഗിൾ സിനിമയായി കൺസിഡർ ചെയ്യാം. ഇതേപോലെ തന്നെയായിരുന്നു 2.0. 2.0 ചിട്ടിയും വസീകരനും മാത്രമായിരുന്നു യന്ത്രനിലുള്ളത്. അതായത് അതിലെ 2 കഥാപാത്രങ്ങളെ മാത്രം എടുത്ത് ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ. സ്റ്റാൻഡ് അലോൺ സീക്വലുകളിൽ പറയാവുന്ന മറ്റൊരു സിനിമയാണ് പണ്ട് കാലത്ത് ഇറങ്ങിയ മിമിക്സ് ആക്ഷൻ 500 എന്ന ജഗദീഷ് ചിത്രം. ഈ ചിത്രത്തിന് സീക്വലായി വന്നത് മിമിക്സ് സൂപ്പർ 1000 എന്ന ചിത്രമാണ്.
ഈ സിനിമ ഒരു സീക്വലാണ്, പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് സീക്വലാണ്. അതായത് ഫസ്റ്റ് പാർട്ടിന്റെ അതേപോലുള്ളൊരു കഥ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അതിന്റെ കണ്ടിന്യൂവേഷനും അല്ല, ഡെവലപ്മെന്റും അല്ല. അടുത്താണ് പ്രീക്വൽസ്. പ്രീക്വൽസ് എന്നാൽ ഒരു സിനിമ നിർത്തിയെടുത്ത് നിന്ന് രണ്ടാമത് തുടങ്ങുന്നില്ല. ഒരു സിനിമയിൽ കാണിച്ച കഥയുടെ മുൻപത്തെ കഥയാണ് പ്രീക്വൽസ്. ഈ പ്രീക്വൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ തമിഴിൽ ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളായി കാണിച്ച ബില്ല 2, അതായത് തമിഴിലെ അജിത്തിന്റെ ബില്ല എന്ന ചിത്രം അമിതാഭ് ബച്ചന്റെ ഡോൺ എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു. ബില്ല എന്ന ചിത്രത്തിൽ ബില്ല എന്ന കഥാപാത്രത്തിന്റെ ജീവിതമാണ് കാണിച്ചു പോകുന്നത്. എന്നാൽ ഇന്റർവെല്ലിന് മുന്നേ തന്നെ ഈ കഥാപാത്രം മരിക്കുന്നുണ്ട്. ഇതിന്റെ പ്രീക്വലായി ബില്ല 2 വന്നപ്പോൾ ബില്ല എന്ന ഡോൺ എങ്ങനെ ഉണ്ടായി എന്ന കഥയാണ് പറഞ്ഞത്. അതായത് ബില്ല 2വിന്റെ മുൻപത്തെ കഥ അങ്ങനെ വരാൻ പോകുന്ന സിനിമയുണ്ട്. അതാണ് മാർക്കോ. അതായത് മിഖായൽ എന്ന ചിത്രത്തിൽ മിഖായലിന്റെ ഓപ്പോസിറ്റ് ആയി വന്ന വില്ലൻ റോൾ ആയിരുന്നു മാർക്കോയുടേത്. ഈ മാർക്കോ എങ്ങനെ ഡോൺ മാർക്കോ ആയി എന്ന കഥയാണ് മാർക്കോ എന്ന ഉണ്ണിമൂന്നൻ ചിത്രത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. മലയാളത്തിൽ അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് പ്രീക്വൽ സിനിമകളൊന്നുമില്ല. എന്നാൽ അക്കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് മോഹൻലാലിന്റെ ബിയോണ്ട് ദ ബോർഡേഴ്സ്. 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന ഈ ചിത്രം ശരിക്കും കുരുക്ഷേത്ര, കീർത്തിചക്ര, കാണ്ഡഹാർ തുടങ്ങിയ സിനിമകളുടെ ഒരു പ്രീക്വൽ ആയിരുന്നു. കുരുക്ഷേത്ര, കാണ്ഡഹാർ, കീർത്തിചക്ര എന്ന ചിത്രങ്ങളിൽ മേജർ മഹാദേവന്റെ കഥ പറയുമ്പോൾ ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന ചിത്രത്തിൽ ആ കഥാപാത്രത്തിന്റെ അച്ഛനായ മേജർ സഹദേവന്റെ കഥയായിരുന്നു പറഞ്ഞത്. അതായത് ഇതൊരു പ്രീക്വൽ സിനിമയാണ്. പ്രീക്വലുകൾ അനൗൺസ് ചെയ്ത വേറെയും സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ജനഗണമന 2. ജനഗണമനയുടെ പ്രീക്വലാണ്. അരവിന്ദ് സ്വാമിനാഥൻ എങ്ങനെ വക്കീലായി എന്ന കഥയാണ് ജനഗണമന 2വിലുള്ളത്. ഇതേപോലെ തന്നെ കുഞ്ചാക്കോപ്പൻ അരവിന്ദ് സ്വാമി കൂട്ടിൽ വന്ന ഒറ്റി എന്ന ചിത്രത്തിനും ഒരു പ്രീക്വൽ അനൗൺസ് ചെയ്തിരുന്നു. അതൊക്കെ ഇനി എന്ന് വരുമോ ആവും. അടുത്തതാണ് സ്പിരിച്വൽ സീക്വൽ. ഇങ്ങനെയുള്ള സീക്വലുകളിൽ ആദ്യ ഭാഗത്തിന്റെ വെറും ആത്മാവ് മാത്രമാണ് ഉണ്ടായിരിക്കുക. നിനക്ക് ശരീരമില്ലല്ലോ, ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ. അതിലെ ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചില സോങ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ജസ്റ്റ് കോമൻട്രീസും കാണും. ഇതിന് മലയാളത്തിൽ പറയാനായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല. എന്നാൽ ഇത് നമ്മൾക്ക് ഓർമ്മ നിൽക്കാനായിട്ട് വലിയൊരു എക്സാമ്പിൾ ഉണ്ട്. അതാണ് ആര്യ 2. ആര്യ എന്ന ചിത്രത്തിലെ ആര്യ എന്ന കഥാപാത്രവും ഗീത, അജയ് എന്ന കഥാപാത്രങ്ങളും അതേപോലെ തന്നെ മറ്റൊരു രൂപത്തിൽ വന്ന ചിത്രമായിരുന്നു ആര്യ 2. ആര്യ 2 എന്ന ചിത്രം ഒരു സ്റ്റോറി ലൈൻ കണ്ടിന്യൂഷൻ അല്ല, ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ് അല്ല, ഒരു സീക്വൽ അല്ല, ഒരു പ്രീക്വൽ അല്ല, ഒരു സ്പിൻ ഓഫ് പോലുമല്ല. പക്ഷെ അതൊരു സ്പിരിച്വൽ സീക്വലാണ്. അതായത് അതിലെ കഥാപാത്രങ്ങളോട് സാദൃശ്യമുള്ള അതേ യൂണിവേഴ്സിൽ തന്നെയുള്ള അതുപോലത്തെ ഒരു സിനിമയായിരുന്നു ആര്യ 2. ഈ യൂണിവേഴ്സിൽ വരുന്ന അടുത്ത ടൈപ്പ് സിനിമയാണ് സ്പിൻ ഓഫ് സിനിമകൾ. സ്പിൻ ഓഫ് സിനിമകൾ എന്നാൽ ഒരു സിനിമയിൽ കണ്ടു തീർത്ത കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രത്തിന്റെ കഥ മാത്രമായി എടുത്തു ചെയ്യുന്ന സിനിമകളാണ് സ്പിൻ ഓഫ് സിനിമകൾ. അതിന് മലയാളത്തിലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കള്ളൻ ഡിസൂസ. ചാർലി എന്ന ചിത്രത്തിൽ വന്ന ഒരു കോമഡി ക്യാരക്ടറായിരുന്നു കള്ളൻ ഡിസൂസ. ഈ കള്ളൻ ഡിസൂസയുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു കള്ളൻ ഡിസൂസ എന്ന പേരിൽ വന്ന സൗബിൻ ചിത്രം. ഇതുപോലെ തന്നെ ന്യൂഡൽഹി എന്ന ചിത്രത്തിലെ ത്യാഗരാജന്റെ ഒരു കഥാപാത്രമായിരുന്നു സേലം വിഷ്ണു. ഈ സേലം വിഷ്ണുവിനെ ഒരു കഥാപാത്രമായി തന്നെ എടുത്ത് ഒരു സിനിമ വന്നിരുന്നു, സേലം വിഷ്ണു എന്ന പേരിൽ. ഈ ചിത്രം സംവിധാനം ചെയ്തതും ഇതേ ത്യാഗരാജൻ തന്നെയായിരുന്നു. ഇതിനേക്കാൾ വലിയ എക്സാമ്പിൾ പറയാനുള്ള സിനിമയാണ് ചിറകൊടിഞ്ഞ കിനാവുകൾ. ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന ചിത്രത്തിൽ അഴകിയ രാവണനിലെ അതേ അംബുജാക്ഷന്റെ കഥയായിരുന്നു പറഞ്ഞത്. ഇതുപോലെ തന്നെ വന്ന ഒരു ചിത്രമായിരുന്നു ലിസാമ്മയുടെ വീട്. ലിസാമ്മയുടെ വീട് എന്ന പേരുള്ള ഈ സിനിമ ഏത് മലയാള സിനിമയുടെ സീക്വലാണെന്ന് അറിയാമോ? ഹരിനാരായണന് അച്ഛനുറങ്ങാത്ത വീടിന്റെ. ചിരിക്കണ്ട, അവൻ പറഞ്ഞത് ശരിയാ. അച്ഛനുറങ്ങാത്ത വീടിന്റെ സീക്വലാണ് ലിസാമ്മയുടെ വീട്. ഇതിനൊക്കെ സീക്വലും ഇറങ്ങിയോ? ലിസാമ്മയുടെ വീട് എന്ന ചിത്രം അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട്. നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യം പറയാം. ഇതൊരു സീക്വലാണെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലും പലർക്കും അറിയത്തില്ല. സ്പിൻ ഓഫ് സിനിമകൾക്ക് മറ്റൊരു വെറൈറ്റി കൂടി കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് 2 കഥാപാത്രങ്ങളുടെ കഥകൾ പറയാറുണ്ട്. അതിൽ 2 സിനിമകൾ മലയാളത്തിൽ വന്നത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതിൽ 2 എണ്ണമാണ് ബൽറാം വേഴ്സസ് താരാദാസും കിങ് ആൻഡ് കമ്മീഷണർ. അതായത് കിങ് ആൻഡ് കമ്മീഷണർ എന്ന സിനിമയിൽ കിങ്ങിലെയും കമ്മീഷണറിലെയും കഥാപാത്രങ്ങളാണ് വന്നത്. അതായത് 2 ഐക്കോണിക്കായ സിനിമകളിൽ നിന്ന് വന്ന കഥാപാത്രങ്ങൾ. എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയി മാറി എന്നത് മറ്റൊരു സത്യം. ഇത് കൂടാതെ ഇതൊരു സെപ്പറേറ്റ് യൂണിവേഴ്സ് ആണെന്ന് തന്നെ പറയാം. അതിന്റെ കാരണം ഏകലവ്യൻ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രവുമായി സാമ്യമുള്ള ഒരു കഥാപാത്രമായിരുന്നു കിങ് ആൻഡ് കമ്മീഷണർ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം. ഇതൊന്നും പോരാതെ കിങ് ആൻഡ് കമ്മീഷണറുടെ കഥാപാത്രമായ ജോസഫ് അലക്സിന്റെ ആദ്യ സിനിമയായ കിങ്ങില് ഏകലവ്യൻ സിനിമയിലെ മാധവൻ IPS പോലൊരു കഥാപാത്രം വന്നു പോകുന്നുണ്ട്. അത് മാധവൻ IPS തന്നെയാണെന്നാണ് ഭൂരിഭാഗം പേരുടെയും വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാവരും ചേർന്ന ഒരു യൂണിവേഴ്സ് ആയിട്ട് വരും. ഇതുപോലെ തന്നെ വന്ന മറ്റൊരു സിനിമയായിരുന്നു ബൽറാം വേഴ്സസ് താരാദാസ്. മമ്മൂട്ടിയുടെ 2 ഐക്കോണിക് കഥാപാത്രങ്ങളായിരുന്നു ഇൻസ്പെക്ടർ ബൽറാമും അതിരാധത്തിലെ താരാദാസ് എന്ന സ്മഗ്ലറും. ഈ 2 കഥാപാത്രങ്ങളെ ഒന്നിപ്പിച്ച് കൊണ്ടുവന്ന സിനിമയായിരുന്നു ബൽറാം വേഴ്സസ് താരാദാസ്. ഈ ചിത്രവും ഒരു വൻ ബ്ലോക്ക് ബസ്റ്റർ പോലെ ആയിരുന്നു. അടുത്ത കാറ്റഗറിയാണ് മിഡ്ക്വൽ. MIDQUEL. പിന്നെ PSC പരീക്ഷയ്ക്ക് പോകില്ല, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കാൻ. ഒന്ന് പറഞ്ഞേ, മിഡ്ക്വൽ.
മിഡ്കൊൽ എന്താടാ ഇവന്റെ ഉച്ചാരണം തീരെ ശരിയല്ല. അതെ എന്റെ നാട്ടിൽ മിഡ്കൊലിന് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് മിഡ്കൊലിന് വരാറുണ്ട്. അതായത് പ്രീക്വൽ എന്നാൽ മുൻപ് നടന്ന കഥ, സീക്വൽ എന്നാൽ അതിനുശേഷം നടന്ന കഥ, ഇതിനിടയ്ക്ക് നടന്ന കഥയാണ് മിഡ്കൊൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ 2 ഹീറോ എന്നവർക്ക് ഈ സീരീസ് വരത്തില്ല. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയ സീരീസ് അല്ലേ, ഇതിനകത്ത് പെടത്തില്ല. ഉദാഹരണത്തിന് ഹണിബി 2 എന്ന ചിത്രം അവസാനിക്കാറാകുമ്പോൾ നായകൻ കടലിനടിയിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷമുള്ള കുറെ സീനുകൾ നമ്മളെ കാണിക്കുന്നില്ല. അതിനുശേഷം സിനിമ അവസാനിക്കുമ്പോൾ അവരുടെ രണ്ടുപേരെയും കല്യാണം കഴിയുന്നതായിട്ട് കാണിക്കുന്നു. അതായത് കടലിനടിയിൽ പോയതിനു ശേഷം കല്യാണം നടക്കുന്നതിനിടയിലും എന്താണ് സംഭവിക്കുന്നതെന്ന് ഹണിബി സിനിമയിൽ പറയുന്നില്ല. അതിനെ കാണിച്ച സിനിമയായിരുന്നു ഹണിബി 2. ഹണിബി 2 എന്ന ചിത്രം ഒരു സീക്വൽ ആണെന്നും ഒരു മിഡ്കൊൽ ആണെന്നും തന്നെ പറയാം. ഉപ്പിട്ടൊരു സർവത്തും രണ്ടെണ്ണം പോകുമ്പോഴേ കിട്ടുമോ? ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് സീക്വൽ മൂവീസിന്റെ ഡിഫറെന്റ് ടൈപ്സും സീക്വൽ സിനിമ ഇറങ്ങുമ്പോൾ ഫ്ലോപ്പ് ആവുന്നതിന്റെ ഹിറ്റ് ആവുന്നതിന്റെ കാരണങ്ങളുമാണ്. സീക്വൽ സിനിമയെ പറ്റി ഇനിയും ചില ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ പറയാം. ഇത്ര നേരം പറഞ്ഞത് പോരാതെ ഇനി സെക്കൻഡ് പാർട്ടിലൂടെ കാണാം. മലയാളത്തിൽ അനാവശ്യമായി വന്ന സീക്വലുകളെ കുറിച്ചും സീക്വലുകൾ തമ്മിലുള്ള പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെറൈറ്റികളെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനോഡീസിനായി മറക്കാതെ ഈ പേജും ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളൊന്ന് ടർക്കി കോഴി ഗ്രില്ലഡാണ്. ഇവനായിട്ട് എനക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിന് ഒരു ഫ്ലാഷ് ബാക്കോ? ചിത്രത്തിലേക്കാണ് വഴി തെളിച്ചത്. ഒരു വമ്പൻ ഒരു വലിയ ആവശ്യത്തിനും അനാവശ്യത്തിനും സീക്വൽ കേട്ട് എന്നാൽ നമ്മുടെ കിഡ്സിന്റെ എന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ